സ്വർഗാരോപിത ദൈവമാതാവിനോടൊത്ത്. മൂന്നാമത്തെ പ്രഭാഷണം. വീണുപോയ മനുഷ്യകുലത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തിയ നിർമ്മല കന്യക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുനാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടൊത്ത് നമുക്ക് രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിക്കാം. പരിശുദ്ധ മറിയത്തിന് രക്ഷാകര പദ്ധതിയിലുള്ള സ്ഥാനം പുതിയ നിയമത്തിൽ മംഗളവാർത്തയോടെ ആരംഭിക്കുന്ന ഒന്നല്ല. ഇതിനൊരു പൂർവകാല ചരിത്രമുണ്ട്. ഉൽപ്പത്തി 3:15 നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും എന്ന ദൈവമായ കർത്താവിന്റെ വാഗ്ദാനത്തെ പ്രഥമ സദ്വാർത്ത എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ സൂചിപ്പിക്കുന്ന സ്ത്രീ പരിശുദ്ധ മറിയവും സർപ്പത്തിന്റെ തല തകർത്ത സ്ത്രീയുടെ സന്തതി യേശുക്രിസ്തുവുമാണ്. ഒന്നാം ഹവ്വയിലൂടെ പാപം രംഗപ്രവേശനം ചെയ്തു. സർപ്പം മനുഷ്യകുലത്തോട് സൗഹൃദം സ്ഥാപിച്ചത് ഒന്നാം ഹവ്വയുമായി സൗഹൃദം പുലർത്തിക്കൊണ്ടാണ്. തിന്മയുടെ പ്രതീകമായ സർപ്പം കൗശലപൂർവ്വം സ്ത്രീയെ സമീപിച്ച് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. തിന്മയെ തിരിച്ചറിയാനുള്ള കഴിവും അതിനെ എതിർക്കാനുള്ള മുൻകരുതലും കരുത്തും ആർജിക്കാതെ തിന്മയുടെ സ്വരത്തിന് ചെവി കൊടുത്തതിനാൽ അവൾ പ്രലോഭനത്തിനടിമയായി. പ്രലോഭനത്തെ അഥവാ പാപ സാഹചര്യങ്ങളെ ചെറുത്തു നിൽക്കാൻ വേണ്ട ശക്തി ആർജിക്കാത്തവർക്ക് അപകടം കൂടാതെ പാപ സാഹചര്യങ്ങളെ നേരിടാനാവില്ലെന്ന സത്യം ഇവിടെ വ്യക്തമാകുന്നു. ഇത് നമുക്ക് വലിയൊരു പാഠമാണ്. പ്രലോഭനങ്ങളെ ജയിക്കാൻ വചനത്താലും വിശ്വാസത്താലും ലക്ഷ്യബോധത്താലും ദൈവത്തോടുള്ള ആത്മബന്ധത്താലും നാം ശക്തി ആർജിക്കണം. അവൾ പ്രലോഭകന്റെ സ്വരത്തിന് ചെവി കൊടുത്ത ഉടനെ അവൾ ജഡിക പ്രലോഭനത്തിനും ദുർമോഹത്തിലും അകപ്പെട്ടു. കണ്ണിന് കൗതുകകരവും നാവിന് രുചികരവും അറിവേകാൻ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു. തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു. ഇവിടെ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടത് ജ്ഞാനത്താൽ ദൈവികതയിലേക്കല്ല, പിന്നെയോ പാപത്തിന്റെ പരിണിത ഫലമായി ജഡികതയിലേക്കാണ്. ജ്ഞാനത്താൽ കണ്ണു തുറക്കുമ്പോൾ ദൈവത്തോട് കൂടുതൽ അടുക്കുകയും ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യും. പാപത്തിന്റെ പരിണിത ഫലമായ കണ്ണു തുറക്കുമ്പോൾ നമ്മെ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നതിനും ദൈവത്തെ വെറുത്ത് ദൈവത്തോട് ശത്രുത ഉളവാക്കുന്നതിനും ഇടയാകും. ഇതാണ് ഉൽപ്പത്തി 3:8 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. പാപഭാരത്താൽ ഭയം നൊളിച്ച മനുഷ്യനോട് കർത്താവ് ചോദിച്ചു, തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം നീ തിന്നോ? സ്വന്തം വീഴ്ചകൾ അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് പരമകാരുണികനായ ദൈവത്തോട് മാപ്പപേക്ഷിക്കേണ്ടതിന് പകരം അവർ പരസ്പരം പഴിചാരി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. അത് ശിക്ഷാവിധിക്ക് കാരണമായി. എങ്കിലും ദൈവത്തിന്റെ അന്തിമമായ വാക്ക് ശിക്ഷയല്ല, രക്ഷയാണ്. ദൈവത്തിന്റെ ശിക്ഷാവിധിക്കിടയിലുമുള്ള രക്ഷാ വാഗ്ദാനമാണ് ഉൽപ്പത്തി 3:15 വ്യക്തമാക്കുന്നത്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. ഇവിടെ സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ മനുഷ്യമക്കളെ അഥവാ സ്ത്രീയിൽ നിന്ന് ജനിച്ചവരെയാണ് സൂചിപ്പിക്കുന്നത്. തിന്മയെ കീഴടക്കുക എന്നത് മനുഷ്യന്റെ ധർമ്മമാണ്. എങ്കിലും തിന്മയുടെ തല തകർക്കുന്നതിന് മനുഷ്യ മക്കൾക്ക് സ്വയമേ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയുള്ള ദൈവിക വെളിപാടിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഉൽപ്പത്തി 3:15 സൂചിപ്പിക്കുന്ന സ്ത്രീ പരിശുദ്ധ മറിയവും സർപ്പത്തിന്റെ തല തകർത്ത സ്ത്രീയുടെ സന്തതി യേശുക്രിസ്തുവുമാണ്. പരിശുദ്ധ അമ്മയുടെയും യേശുക്രിസ്തുവിന്റെയും സഹായത്താൽ അവരോട് ചേർന്ന് നിന്നാലേ നമുക്കും തിന്മയുടെ ബന്ധനത്തെ ജയിക്കാൻ പറ്റൂ. ദൈവപുത്രന്റെ കുരിശിലെ യാഗമാണ് സർപ്പത്തിന്റെ തല തകർത്തത്. ആ കുരിശിനോട് ചേർന്ന് നിന്ന അമ്മയുടെ സമർപ്പണത്തെ ഇതിൽ നിന്ന് നമുക്ക് വേർപെടുത്താനാകുമോ? ഈ യാഗം സർപ്പത്തിന്റെ തല തകർക്കുന്നതിന് മാത്രമല്ല, പാപത്താൽ വീണുപോയ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കും കാരണമായി. ഒന്നാം ഹൗവ വഴി സ്ത്രീയുടെ സന്തതികളുമായി സാത്താൻ സൗഹൃദത്തിലായി ദൈവത്തോട് ശത്രുതയുളവാകുകയും ചെയ്തു.
എന്നാൽ രണ്ടാം ഹവ്വയായ മറിയം വഴി മനുഷ്യനും സാത്താന്റെ പ്രതീകമായ സർപ്പവുമായി ദൈവം ശത്രുത ഉളവാക്കി. അതായത് ദൈവകൽപ്പന ലംഘിച്ച സ്ത്രീ വഴി സർപ്പം സ്ത്രീയുടെ സന്തതികളുമായി സൗഹൃദത്തിലായി ദൈവത്തോട് ശത്രുതയുളവാകുകയും ചെയ്തു. എന്നാൽ ദൈവത്തിന്റെ വാക്കനുസരിച്ച് ദൈവത്തോട് സൗഹൃദം പുലർത്തി അവന്റെ വചനം പാലിച്ച് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് സ്വയം സമർപ്പിച്ച സ്ത്രീ വഴി മനുഷ്യകുലവും സാത്താനുമായി ശത്രുത ഉളവായി സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർത്തു. ഈ തിരുവചനം 3:15 നമ്മൾ വായിക്കുമ്പോൾ രക്ഷാകര ചരിത്രത്തിൽ ദൈവിക പദ്ധതി പൂർത്തിയാക്കുന്നതിന് പുത്രൻ തമ്പുരാനോട് ചേർന്ന് നിന്ന പരിശുദ്ധ അമ്മയുടെ ചിത്രമല്ലേ കാണുന്നത്. ചുരുക്കത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ മനുഷ്യരും സാത്താനും തമ്മിൽ ശത്രുതയുളവായി മനുഷ്യകുലത്തെ എന്നേക്കുമായി ദൈവത്തോട് രമ്യപ്പെടുത്തി. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം വഴി മനുഷ്യകുലത്തെ മുഴുവൻ സ്വർഗത്തിലേക്ക് ഉയർത്തി. പുത്രനോട് ചേർന്ന് നിന്ന പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം വഴി, അതായത് യേശുവിന്റെ പരസ്യ ജീവിതവും മരണോത്ഥാനവും സ്വർഗാരോഹണവും വഴി മനുഷ്യകുലത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തിയ ആ മഹാരഹസ്യത്തോട് വേർപെടുത്താനാകാത്ത വിധം ചേർന്ന് നിൽക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതവും മരണവും സ്വർഗാരോപണവും. പരിശുദ്ധ അമ്മയെ കൂടാതെയുള്ള ഒരു രക്ഷണീയ വ്യാപാരത്തെ നമുക്ക് ചിന്തിക്കാനാകുമോ? പരിശുദ്ധ അമ്മയെ തന്റെ രക്ഷണീയ വ്യാപാരത്തിൽ ദൈവം ചേർത്ത് നിർത്തി സഭാമക്കളായ നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവ് മുഖേന പരിശുദ്ധ അമ്മയെപ്പോലെ രക്ഷണീയ വ്യാപാരത്തിന്റെ പൂർത്തീകരണത്തിൽ സഹകരിക്കണമെന്ന് പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. അമ്മ പുത്രൻ തമ്പുരാനോട് ചേർന്ന് നിന്നതുപോലെ ദൈവിക പദ്ധതിയോട് സഹകരിച്ചതുപോലെ നമ്മളും പുത്രൻ തമ്പുരാനോട് ചേർന്ന് നിൽക്കണം. അതിന് നമുക്ക് വഴികാട്ടിയാണ് പരിശുദ്ധ അമ്മ. ബലഹീന മക്കളായ നമുക്ക് പരിശുദ്ധ അമ്മയുടെ ബലത്താൽ നമ്മുടെ ബലഹീനതകൾ പരിഹരിക്കപ്പെടണം. പുത്രനോടും അമ്മയോടും ചേർന്ന് നിന്ന് നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിലേക്ക് ഉയർത്തുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ സകലർക്കും അനുഗ്രഹമായി മാറും. ദൈവിക പദ്ധതി പൂർത്തീകരിക്കുന്നതിന് നമ്മുടെ ജീവിതങ്ങൾ ഹേതുവാകും. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ചില സവിശേഷതകൾ നമ്മുടെ നിരന്തര ചിന്തയ്ക്കും ധ്യാനത്തിനും മാതൃകായോഗ്യമായ ജീവിതത്തിനുമായി ഇവിടെ സംഗ്രഹിച്ച് എടുത്തു പറയുകയാണ്. 1. തിന്മയുടെ പ്രതീകമായ സർപ്പത്തോട് ദൈവകൃപയാൽ ശത്രുത പുലർത്തിയവൾ. മനുഷ്യമക്കൾ സർപ്പത്തോട് ശത്രുത പുലർത്താൻ ഹേതുവായവൾ. ഉൽപ്പത്തി 3:15. രണ്ടാം ഹവ്വയായ മറിയം സർപ്പത്തോട് ശത്രുത പുലർത്തി ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് മനുഷ്യകുലം മുഴുവനും തിന്മയോട് ശത്രുത പുലർത്തുന്നതിനും ദൈവത്തോട് രമ്യതയിലും സ്നേഹത്തിലുമാകുന്നതിനും കാരണമായി. അങ്ങനെ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞതിനെ കീഴടക്കുവിൻ എന്ന് ഉൽപ്പത്തി 1:28 പറഞ്ഞ് ദൈവം മനുഷ്യന് നൽകിയ അനുഗ്രഹവും അതിലടങ്ങിയിരിക്കുന്ന ഉത്തരവാദിത്വവും പരിശുദ്ധ അമ്മയുടെ സഹകരണത്തിലൂടെ നിറവേറുന്നതിനിടയായി. 2. ദൈവം അബ്രഹാത്തോട് ചെയ്ത ഉടമ്പടി വാഗ്ദാനത്തിലെ ഒരു പുത്രനും ഉൽപ്പത്തി 17:16-19. ദാവീദിനോട് ചെയ്ത ഉടമ്പടി വാഗ്ദാനത്തിൽ ദൈവം ദാവീദിനായി അഥവാ ഉടമ്പടി ജനത്തിനായി പണിത ഭവനം 1 ദിനവൃത്താന്തം 17:10 പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നതും ദൈവത്തിന് ഭവനം പണിത ദാവീദിന്റെ പുത്രനും യേശുവാണ്. യേശുവിലൂടെ ഈ വാഗ്ദാനം നിറവേറ്റുന്നതിൽ പരിശുദ്ധ അമ്മയുടെ പങ്ക് വളരെ വലുതാണ്. അമ്മയുടെ മംഗളവാർത്ത സമയത്ത് മാലാഖ അറിയിച്ചതും ഇത് തന്നെയാണ്. 3. യെശയ്യാ 7:14 പറയുന്ന എമ്മാനുവേൽ പ്രവചനം നിറവേറുന്നതിനും പരിശുദ്ധ അമ്മയുടെ സഹകരണത്തിലൂടെയും സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ ഇടയായി. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. 4. ദൈവദൂതൻ മറിയത്തോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ലൂക്കാ 1:35. അതായത് പരിശുദ്ധാത്മാവ് മുഖാന്തരം വചനം അവളിൽ മാംസം ധരിച്ചു. അതുകൊണ്ടാണ് രക്ഷകനെ ലോകത്തിന് നൽകാൻ അവൾക്ക് കഴിഞ്ഞത്. ഇത് ക്രിസ്തു ശിഷ്യരായ നമുക്ക് വലിയൊരു സന്ദേശം നൽകുന്നു. അതായത് പരിശുദ്ധാത്മാവ് മുഖാന്തരം വചനം നമ്മിലും മാംസം ധരിക്കും. എങ്കിൽ മാത്രമേ യേശുവിനെ ലോകത്തിന് കൊടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവ് മുഖാന്തരം വചനം നമ്മിൽ മാംസം ധരിക്കുന്നതിന് നാം നിരന്തരം വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ
വചനം മാംസം ധരിക്കുന്നവരുടെ ജീവിതത്തിലൂടെ തിന്മയെ കീഴടക്കുന്നതിനും രക്ഷകനെ ലോകത്തിന് കൊടുക്കുന്നതിനും രക്ഷയുടെ ആനന്ദം അനേകർക്ക് പകർന്നു നൽകുന്നതിനും സാധിക്കും. അങ്ങനെ പരിശുദ്ധ അമ്മയെപ്പോലെ രക്ഷണീയ വ്യാപാരത്തിൽ സഹകരിക്കുന്നതിന് നമുക്ക് സാധിക്കുകയും ചെയ്യും. 5. രക്ഷയുടെ ആനന്ദം പങ്കുവയ്ക്കുന്നതിനുള്ള തിടുക്കത്തിന്റെയും ദൈവത്തിന് സ്തോത്രഗീതം പാടുന്നതിലുള്ള ആനന്ദത്തിന്റെയും മാതൃകയായ മറിയം. ലൂക്ക 1:39 മുതൽ 56 വരെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു സവിശേഷതയാണ് ഈ തിരുവചന ഭാഗം എടുത്തു കാട്ടുന്നത്. മറിയം എലിസബത്തിന്റെ അടുക്കൽ തിടുക്കത്തിൽ പോയത് എലിസബത്തിനെ ശുശ്രൂഷിക്കാനാണെന്ന് പലരും വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ മറിയം എലിസബത്തിനെ ശുശ്രൂഷിച്ചു എന്ന് ഒരു വാക്കുപോലും ഈ സുവിശേഷ ഭാഗത്ത് പറഞ്ഞിട്ടില്ല. മറിച്ച് മറിയത്തിന്റെ തിടുക്കം രക്ഷയുടെ ആനന്ദം പങ്കുവയ്ക്കുവാൻ, ആ സദ്വാർത്ത അറിയിക്കാനുള്ള തിടുക്കമായിരുന്നു. മറിയത്തിന്റെ സാന്നിധ്യം പോലും എലിസബത്തിനും ഉദരത്തിലെ ശിശുവിനും രക്ഷയുടെ ആനന്ദം പകർന്നു. അവർ ഒരുമിച്ച് ആനന്ദത്തോടെ ദൈവത്തെ സ്തുതിച്ചു. മറിയത്തിന്റെ ഉദരത്തിലെ ശിശുവാണ്, അതായത് യേശുവാണ് ഈ ആനന്ദത്തിന്റെ ഉറവിടം. എലിസബത്തിന്റെ ഉദരത്തിലെ ശിശുവും, അതായത് യോഹന്നാൻ, ഈ ആനന്ദത്തിൽ പങ്കുചേർന്ന് കുതിച്ചു ചാടി. മറിയം ദൈവത്തിന് സ്തോത്രഗീതം പാടി. വചനം സ്വീകരിക്കുന്നവരുടെ ജീവിതങ്ങൾ ഇതുപോലെ ആനന്ദത്തോടെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുകയും ദൈവത്തിന് സ്തോത്രഗീതം പാടുകയും ചെയ്യുന്നതിന് ഹേതുവാകും. രക്ഷാകരമായ ആനന്ദം നിറഞ്ഞു നിൽക്കുന്ന ഈ തിരുവചന ഭാഗത്തെ അതിന്റെ അന്തരാർത്ഥത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. 6. കാനായിലെ കല്യാണ വിരുന്നിൽ സമയമാകുന്നതിനു മുമ്പ് തന്റെ പുത്രന്റെ രക്ഷാകര ഇടപെടലിനും സ്വയം വെളിപ്പെടുത്തലിനും വഴിയൊരുക്കിയവളാണ് പരിശുദ്ധാമ്മ. അവൾ എപ്പോഴും പുത്രന്റെ ശ്രദ്ധയെ ജനത്തിലേക്കും ജനത്തിന്റെ ശ്രദ്ധയെ അവൻ പറയുന്നതിലേക്കും തിരിക്കുന്നവളാണ്. അതായത് രക്ഷാകര മാർഗത്തിലേക്ക് നയിക്കുന്നവൾ. പുത്രന്റെ രക്ഷാകര ഇടപെടലിൽ പരിശുദ്ധ അമ്മയുടെ പങ്കാണ് കാനായിലെ കല്യാണ വിരുന്നിൽ വെളിപ്പെടുന്നത്. കാനായിലെ കല്യാണ വിരുന്ന് മെസ്സയാനിക വിരുന്നിന്റെ മുന്നാസ്വാദനമായ പരിശുദ്ധ കുർബാനയുടെ പ്രതീകാത്മകമായ അവതരണം. അല്ലാതെ പരിശുദ്ധ അമ്മ ഇവിടെ ഒരു കുടുംബത്തിന്റെ വിവാഹ വിരുന്നിൽ വീഞ്ഞിന്റെ കുറവ് മനസ്സിലാക്കി അത് പരിഹരിച്ചവരെ സഹായിച്ചു എന്നതല്ല പ്രധാനപ്പെട്ട കാര്യവും അതിന്റെ അന്തരാർത്ഥവും. എലിസബത്തിനെ സന്ദർശിക്കാൻ പോയ സംഭവത്തിൽ എന്ന പോലെ ഇവിടെയും വചനത്തിന്റെ ശരിയായ അന്തരാർത്ഥമല്ല പൊതുജനത്തിന് പൊതുവെ നാം വ്യാഖ്യാനിച്ചു നൽകുന്നത്. 7. പരിശുദ്ധ അമ്മയെ വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം കാണുന്നത് ദൈവത്തിന്റെ രക്ഷാകര വ്യാപാരങ്ങളിൽ ഉൾച്ചേരുന്നവളായിട്ടാണ്. നമ്മുടെ ജീവിതങ്ങൾ പരിശുദ്ധ അമ്മയുടെ ജീവിതം പോലെ മനുഷ്യ ചരിത്രത്തെ രക്ഷാചരിത്രമാക്കി മാറ്റാൻ തക്കവിധം ലോകത്തെ വിശുദ്ധീകരിച്ച് ദൈവത്തിലേക്ക് ഉയർത്താനും അങ്ങനെ ത്രിയേക ദൈവത്തിന്റെ രക്ഷാകര പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളികളും ദൈവത്തിന്റെ കൂട്ടുവേലക്കാരുമാകാനും നാം ദൈവത്തോട് സഹകരിക്കണം. ഇങ്ങനെ നമ്മുടെ ജീവിതങ്ങൾ ദൈവ തിരുനാമ മഹത്വത്തിനും അനേകർക്ക് അനുഗ്രഹത്തിനും കാരണമായി തീരണം. നമുക്ക് ഈ ലോകത്തിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം രക്ഷയുടെ അനുഭവവും രക്ഷാകര ദൗത്യത്തിൽ പങ്കുചേരാനുള്ള അവസരവുമാണ്. ദൈവവചന ധ്യാനത്തിലൂടെയും തിരുസഭയുടെ ആരാധനാ ജീവിതത്തിലൂടെയും പരിശുദ്ധ അമ്മയോടും പുണ്യവാന്മാരുമായുള്ള ഐക്യത്തിലുള്ള ജീവിതത്തിലൂടെയും പ്രേക്ഷിത ശുശ്രൂഷയിലൂടെയുമാണ് ത്രിയേക ദൈവത്തിന്റെ സ്നേഹ കൂട്ടായ്മയിലേക്ക് നാം വളരുന്നത്. ലോകത്തെ വിശുദ്ധീകരിച്ച് ദൈവത്തിലേക്ക് ഉയർത്തുന്ന രക്ഷാകര ദൗത്യത്തിൽ പങ്കുചേരുന്നത് നാം ഒറ്റയ്ക്കല്ലെന്നുള്ള സത്യം നമുക്ക് വിസ്മരിക്കാതിരിക്കാം. നാം ഒറ്റയ്ക്കല്ല, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പുണ്യവാന്മാരുമായുള്ള ഐക്യത്തിൽ ക്രിസ്തുവിന്റെ ശരീരമായ സഭയിലൂടെയാണ് രക്ഷാകര അനുഭവത്തിൽ നാം വളരുന്നതും രക്ഷാകര ദൗത്യത്തിൽ പങ്കുചേരുന്നതും. അതിനാൽ സഭാത്മകമായ നമ്മുടെ അസ്തിത്വം മനസ്സിലാക്കി തിരുവചന ധ്യാനത്തിലൂടെയും ആരാധനാ ജീവിതത്തിലൂടെയും പ്രേക്ഷിത ശുശ്രൂഷയിലൂടെയും സഭയോട് ചേർന്ന് നിന്നാൽ നമ്മുടെ ഓരോ ദിവസത്തെയും അല്ല ഓരോ നിമിഷത്തെയും ജീവിതം സകല തലമുറകളുടെയും വിശുദ്ധീകരണത്തിനും രക്ഷയ്ക്കും ഉതകുന്നതാക്കി മാറ്റാൻ കഴിയും. ദൈവഹിതത്തോടും തിരുകുമാരന്റെ ഇഹലോക ജീവിതത്തോടും ചേർത്തുവച്ച നസറത്തിലെ കന്യകയുടെ ജീവിത മാതൃക ഇത് നമ്മെ പഠിപ്പിക്കുന്നു. അവളുടെ സമർപ്പണത്തിന് സ്വർഗം നൽകിയ സമ്മാനമാണ് സ്വർഗാരോപണവും ത്രിലോകരാജ്ഞി പദവും. ഇത് പരിശുദ്ധ അമ്മയ്ക്ക് വ്യക്തിപരമായി ലഭിച്ച സ്വർഗീയ സമ്മാനം എന്നതിലുപരി
മനുഷ്യകുലത്തിന് മുഴുവനായി അമ്മയിലൂടെ ലഭിച്ച അനുഗ്രഹമാണ്. ഈ ചിന്തകൾ നന്നായി പഠന വിഷയമാക്കുകയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കുകയും ചെയ്ത് പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃക അനുകരിച്ചുകൊണ്ട് നമുക്ക് യഥാർത്ഥ മരിയ ഭക്തി വളർത്തിയെടുക്കാൻ പരിശ്രമിക്കാം. ദൈവം അമ്മയുടെ മധ്യസ്ഥതയിൽ ഇതിന് നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ.